ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ മെയിൻ റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് 350 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ഭംഗിയുള്ള ക്യൂട്ട് വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്റീരിയർ കൊണ്ടൊക്കെ വളരെ മനോഹരമായ ഒരു വീടാണ്. നമുക്ക് ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ കളക്ടറേറ്റ് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് നോക്കുവാണെങ്കിൽ 9 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 10, കുസാറ്റിലേക്കും ആലുവയിലേക്കും 1 കിലോമീറ്റർ തന്നെയാണ്, 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് 20ഉം നമ്മുടെ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3,800 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1,650 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കാർ പോർച്ചിന്റെ സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. 3 ബെഡ്റൂമുകളിൽ വളരെ മനോഹരമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ചുറ്റിനും വീടുകളാണ്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതുമാണ്. നല്ലൊരു പോസിറ്റീവ് വൈബുള്ള ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ ചുറ്റിനും നോക്കിയാലും കാണാൻ പറ്റുന്നത്. കാമാൻ കൊയത്തായിട്ടുള്ള ഏരിയ ആണ്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ടാർ റോഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ വരെ വന്ന് നിൽക്കുന്നത്. വീതിയുള്ള റോഡാണ് കിട്ടുന്നത്. മതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മതിൽ നോക്കുവാണെങ്കിൽ ടെക്സ്ചർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡും ഡാർക്ക് ഗ്രേ ഷെയ്ഡും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മതിലുകളിലൊക്കെ നോക്കുവാണെങ്കിൽ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്പേസുകളിലൊക്കെ പെബിൾസ് കൊടുത്തിട്ട് അവിടെയാണ് പ്ലാന്റ്സ് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ ഡിസൈൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിമെന്റ് വർക്ക് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ GA പൈപ്പിന്റെ ഭംഗിയുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന് നമുക്ക് വലിയൊരു എൻട്രൻസ് തന്നെയാണ് കിട്ടുന്നത്. കാർ പോർച്ചുമായിട്ട് അത് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഭംഗിയായിട്ടാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു എൻട്രൻസ് കാണാൻ പറ്റുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ്. വലിയ സ്റ്റോണുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. വലിയൊരു വോള് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡബിൾ ഹൈറ്റഡ് കാണുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ മുകളിലുള്ള ഭാഗങ്ങളും ബാൽക്കണിയുടെ പോർഷൻ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ പോർഷനൊക്കെ നോക്കിയാലും കാണാം, അവിടെയും വരുന്ന വോളുകളെല്ലാം തന്നെ ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ച് നമുക്ക് ഇവിടെ ഒരു അട്രാക്ഷൻ തന്നെയാണ്. വലിയൊരു കാർ പോർച്ച് ആണ് കിട്ടുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിലും റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ആ കാണുന്ന സ്പേസുകളുടെ ഗ്യാപ്പിലെല്ലാം തന്നെ സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ കാർ പോർച്ചിലേക്കാണ് വരുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ കോബിൾ സ്റ്റോൺസ് ആണ് ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു വാഹനം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് 2 വീലേഴ്സ് ഒക്കെ അവിടെ വെക്കുവാണെങ്കിൽ അതിനെ വരെ കവർ ചെയ്യുന്ന രീതിയിൽ വലിയൊരു പോർച്ചാണ് റൂഫ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒന്നാമത്തെ കാറും ചെറിയൊരു കാർ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെയും കൂടെ പാർക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഈ ഒരു സ്പേസിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കിണർ കാണാം. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. കിണറിന് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു വോൾ ഒന്ന് കണ്ടോളൂ. വീടിന്റെ അട്രാക്ഷൻ തന്നെ ഇതാണ്. വലിയ സ്റ്റോണുകൾ വെച്ചിട്ടാണ് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ഗ്ലാസ് വരുന്നുണ്ട്. നമ്മുടെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസിലാണ് ആ ഒരു ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു ബോക്സ് കൊടുത്തിട്ട് അതിനകത്ത് പ്ലാന്റ്സ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. പെട്ടെന്ന് നമുക്കത് കിണറാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു കോർണർ പോർഷനിലും പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഏരിയ സ്പേഷ്യസ് ആണ്. നമ്മുടെ പാഷ്യൂ ഏരിയ ആണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മുടെ വീടിന്റെ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു പാഷ്യൂ ഏരിയയിലേക്ക് വരാവുന്നതാണ്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്കിലേക്കുള്ള വഴിയാണ്. നമുക്ക് അവിടെ ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനുള്ള ഒരു കേജ് നിങ്ങൾക്ക് കാണാം. പിന്നീട് അങ്ങോട്ട് വർക്ക് ഏരിയ സ്പേസ് ആണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡ് നോക്കിയാൽ ഇവിടെയും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കംപ്ലീറ്റ് ഫ്ലോറിൽ ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ പോകുന്ന സമയത്തും വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. വലിയൊരു വർക്ക് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിരിക്കുകയാണ്. വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്.
വീടിന്റെ സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. 3 ചെയറുകൾ വരെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. മെയിൻ ഡോറിൽ കാണുന്നതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. ഇത് തേക്കിലാണ്, ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തേക്കിലും ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. കാർ പോർച്ചിന്റെ റൂഫ് തന്നെയാണ് നമുക്ക് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോവാം. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ തന്നെ ആദ്യം നോക്കാം. നമുക്ക് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഭംഗിയുള്ള ഒരു ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ ടി വി വെക്കാനുള്ള സ്പേസ് ആണ് കാണാൻ പറ്റുന്നത്. വളരെ ഭംഗിയുള്ള ഡിസൈനിലാണ് ആ ഒരു വോൾ ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഗോൾഡൻ ബീഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ അവിടെ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് LED സ്ട്രിപ്പുകളും വളരെ ഭംഗിയായിട്ടാണ് ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിരിക്കുന്നത്. 12 അടി നീളവും 10.5 അടി വീതിയുമാണ് നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസിന് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഇവിടെയും 2 വിൻഡോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ബ്ലൈൻഡ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇതിന് പാരലലി മുകളിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം നമുക്ക് അകത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലിവിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. ഡബിൾ ഹൈറ്റഡ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന കുറച്ച് സ്പേസ് ഉണ്ട്. അതായത് നമ്മൾ ഡോറ് തുറന്ന് നേരെ വരുമ്പോൾ കാണുന്ന ആ ഒരു പാസേജ് ആണ്. അതിന്റെ മുകളിലും ഭംഗിയായിട്ടാണ് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് പോകേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ താഴത്തെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് കണ്ടു നോക്കാം. ബെഡ്റൂമിന്റെ ആ ഒരു ഡോറിന്റെ പാറ്റേൺ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഫർണിഷ്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഡബിൾ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ നല്ല സ്പേസ് ആണ് നമുക്ക് ഈ ഒരു കോട്ട് ഇട്ടിട്ട് പോലും കിട്ടുന്നത്. കോട്ടിന്റെ 2 സൈഡിലായിട്ട് സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. സിംഗിൾ വിൻഡോസ് 2 വരുന്നുണ്ട്. ബാക്കി വരുന്ന വിൻഡോസ് ഇവിടെയാണ്. അതിനകത്ത് നമുക്ക് ഇതുപോലെ തന്നെ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വുഡനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടൊരു ഹാഫ് സർക്കിൾ ഷേപ്പിലാണ് മിറർ വരുന്നത്. നല്ല സ്റ്റൈൽ ആയിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിലെ ഡ്രോസും കാര്യങ്ങളൊക്കെ താഴെ വരുന്നുണ്ട്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. എങ്കിലും കുറച്ച് ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. എല്ലായിടത്തും തന്നെ എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രീൻ കളർ ഉണ്ട്. അതുകൂടാതെ വൈറ്റ് കളറിന്റെ ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ള ടൈലുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഓൾറെഡി വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് ഓൾറെഡി തന്നെ ഇവിടെ നമുക്ക് സെപ്പറേഷൻ വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടും സ്റ്റൈലായിട്ടും ഒക്കെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഡൈനിങ്ങിന്റെ എൻട്രൻസ് നോക്കുവാണെങ്കിൽ വുഡനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. അതിന്റെ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആണ്. 6 7 പേര് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള നല്ലൊരു സ്നേക്കിന്റെ ഷേപ്പ് വരുന്ന ഭംഗിയുള്ള ഒരു ലൈറ്റ് ഫിറ്റിംഗ് ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും കൊടുത്തിട്ടുണ്ട്. എൻട്രൻസിന്റെ ഈ ഭാഗത്ത് തന്നെ നല്ലൊരു ക്ലോക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ഹാൻഡ് റൈൽസ് ഒക്കെ വുഡൻ ആയിട്ടുള്ള ഡിസൈനിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. വാഷ് ഏരിയ വരുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗത്താണ്. അത് വളരെ വൈബോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. വലിയൊരു പ്ലാന്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സ്പേസ് താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് പെബിൾസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. അതിനിടയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ മെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് മിറർ വെച്ചിട്ടുണ്ട്. ജാഗ്വാറിന്റെ ബ്ലാക്ക് കളറാണ് വാഷ് ബേസിൻ വരുന്നത്. അതിന് താഴെയാണെങ്കിലും കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. വുഡൻ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായിട്ടാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് സ്ലൈഡിംഗ് ഡോറുകൾ വരുന്നുണ്ട്. ഇവിടുത്തെ പാഷ്യൂ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള ഡോറുകളാണ് ഈ കാണുന്നത്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പാഷ്യൂ ഏരിയയാണ്. ഭംഗിയായിട്ട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്.
സൈഡിലെല്ലാം വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് തന്നെ ക്ലാഡിംഗ് ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിൽ സ്പോട്ട് ലൈറ്റുകൾ അറേഞ്ച് ചെയ്ത് വളരെ വൈബോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയയും ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് തന്നെ വളരെ സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ എല്ലാം വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. താഴേക്കൊക്കെ ഭംഗിയായിട്ട് ഡിസൈനിലാണ് പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു എൻട്രൻസ് നോക്കിയാൽ തന്നെ കാണാം 2 ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടലി ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് എല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. സറൗണ്ടിങ് ടൈൽസ് എല്ലാം തന്നെ വൈറ്റ് കളർ ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ് വാർഡ്രോബ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിലെ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നമുക്കത് കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ എല്ലാം തന്നെ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ചിമ്മിണി ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാബറിന്റെയാണ് ചിമ്മിണി വരുന്നത്. 2-3 സൈഡുകളിലായിട്ടാണ് നമുക്ക് ഇവിടെ വിൻഡോസ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. നമ്മൾ എൻട്രൻസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു ഷെൽഫ് കിട്ടുന്നുണ്ട്. അത് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ടും ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. എത്ര വലിയ ഫ്രിഡ്ജ് ആണെങ്കിൽ പോലും അതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ മൈക്രോവേവ് അവൻ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഇവിടെ സ്പേഷ്യസ് ആയ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. അതിന് പവർ പോയിന്റ് ഉണ്ട്. മുകളിലൊക്കെ നിറയെ ഷെൽഫുകളാണ്. അതേപോലെ തന്നെ താഴെയും ഒരുപാട് ക്യാബിനറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചന്റെ റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണെങ്കിലും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. കിച്ചന്റെ ഡോറുകൾ നമ്മളിങ്ങനെ ഡബിൾ ഡോർ ആയിട്ട് കാണുന്നത് വളരെ കുറവാണ്. നമുക്ക് 2 ഓപ്പൺ ചെയ്യാവുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ വർക്ക് ഏരിയക്കായിട്ട് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിൽ വരുന്ന കംപ്ലീറ്റ് പോർഷൻ ഫുൾ ആയിട്ട് തന്നെ റൂഫിംഗ് ചെയ്തിരിക്കുകയാണ്. ഷീറ്റ് ഇട്ട് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു ലാൻഡിങ്ങിൽ നിൽക്കുമ്പോൾ ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിരിക്കുന്ന വലിയ ഓപ്പണിംഗ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കടക്കുന്നുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഗോള മോഡൽ ഓപ്പണിംഗ് ചെയ്തിട്ട് അവിടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് സ്കൈ വിസിബിൾ ആണ് ഇവിടെ നിൽക്കുന്ന സമയത്ത്. നേരെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്രത്യേക മോഡലിലാണ് അവിടെ ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അധികം ഒന്നും കാണാതെ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനിലാണ് അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തി നിൽക്കുന്നത്. ആദ്യം വന്ന് നിൽക്കുന്ന ഈ ഒരു ഏരിയ നമുക്ക് ചെറിയൊരു ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു സ്പേസ് കണ്ടിന്യൂ ചെയ്തിങ്ങനെ വരികയാണ്. ഈ ഒരു ഭാഗം ഇവിടേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്താണ് നിൽക്കുന്നത്. ഈ ഒരു ഹാളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ കുട്ടികൾക്ക് പഠിക്കാനോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയായിട്ടാണ് വരുന്നത്. നമുക്ക് TV വയ്ക്കാനൊക്കെ ഈ ഒരു വോൾ യൂസ് ചെയ്യാവുന്നതാണ്. ഭംഗിയായിട്ടുള്ള നല്ലൊരു ലീഫി ഡിസൈനിലുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. പവർ പോയിന്റ്സ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. TV വെക്കാനുള്ള കേബിള് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലൊരു ചെറിയ ബാൽക്കണി ആയിട്ടോ അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂം ആയിട്ടോ ഒക്കെ നമുക്കിത് ചെറിയ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ഓൾറെഡി വർക്ക് ഏരിയ നിങ്ങൾ കണ്ടതാണ്. സ്പേഷ്യസ് ആയിട്ട് വലിയൊരു വർക്ക് ഏരിയ കിട്ടുന്നത് കൊണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ അവിടെ സേഫ് ആയിട്ട് വെക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഓപ്പൺ സ്പേസിന്റെ ഈ ഒരു ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങൾക്കറിയാം ഇടപ്പള്ളി പുക്കാട്ടുപടി ഭാഗങ്ങളിലൊക്കെ വരുന്ന പ്ലേസുകളൊന്നും തന്നെ നമുക്ക് യാതൊരു തരത്തിലും ഫ്ലഡ് എഫക്റ്റഡ് അല്ല. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വരുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ യൂട്ടിലിറ്റിക്ക് ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ്. ഇതിന് താഴേക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ആണ്. ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കുറച്ചുകൂടെ അടുത്ത് നിങ്ങൾക്ക് കാണാം. ഇവിടെ എല്ലാം ഹാൻഡ് റെയിൽസ് കൊടുത്ത് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ചെറിയൊരു ബാൽക്കണി ആണെങ്കിലും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ചെറിയൊരു ബാൽക്കണി ആണെങ്കിലും ക്യൂട്ടായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം കണ്ടു. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ബാക്കിയുള്ള 2 ബെഡ്റൂമുകളും കൂടി കാണാനുണ്ട്. ഈ ഒരു വോള് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിൽ ചെയ്തിട്ട് നല്ലൊരു ക്ലോക്ക് ഫിറ്റിംഗ് വരുന്നുണ്ട്. മുകളിലായിട്ടൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നമുക്കൊരു അയൺ ടേബിളിനുള്ള ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് അയൺ ചെയ്യേണ്ട സമയങ്ങളിൽ മാത്രം ഇതുപോലെ ഇത് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ അയൺ ഡബിൾ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാത്ത സമയങ്ങളിൽ നമുക്കിത് സ്പേസ് കൺസ്യൂമിംഗ് ആണ്. താഴേക്ക് ഇങ്ങനെ ഇതുപോലെ ലോക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമുക്ക് ഈ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഡോറിന്റെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ നല്ല സ്പേസ് ആണ്. കോട്ടിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് സൈഡ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബുകൾ വരുന്നുണ്ട്. നമുക്ക് സ്ലൈഡിംഗ് ഡോറുകളായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്പേസിനെ അത് ഒട്ടും തന്നെ സ്പേസ് ഒട്ടും തന്നെ പോവാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ നമുക്കൊരു ഡ്രോയും കിട്ടുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. ചെറിയ രീതിയിൽ പാനലിംഗ് വർക്കുകൾ, ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ വരുന്നുണ്ട്. ഡോർ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുന്നത് ചെറിയൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി സേഫ് ആയിട്ട് ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ആസ്വദിക്കാനായിട്ട് ബെഡ്റൂമിൽ നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് കർട്ടൻസ് നീക്കി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഇവിടെയും ജാഗ്വാറിന്റെ തന്നെയാണ്. ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലെ ഡിസൈൻ വരുന്ന ടൈലുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. നമുക്കിനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. നേരത്തെ കണ്ട ബെഡ്റൂമുകളെ പോലെയൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ടും സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു സിംഗിൾ വിൻഡോ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ഇവിടെയാണ്. അതെല്ലാം തന്നെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു ബേ വിൻഡോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അവിടെ ഓൾറെഡി നമുക്കൊരു കുഷൻ ഒക്കെ ഇട്ട് നല്ല രീതിയിലൊരു സീറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ എല്ലാം തന്നെ കബോർഡുകളാണ്. ഡ്രസ്സിംഗ് ടേബിൾ ആ ഭാഗത്ത് വരുന്നുണ്ട്. അവിടെയും നമുക്ക് ഡ്രോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബുകളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗ്, ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. റൂഫിന്റെ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഡോർ നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് പറഞ്ഞില്ല. 11-10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈലുകൾ വന്നിട്ട് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇവിടുത്തെ 3 ബാത്റൂമുകളിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും ജാഗ്വാറിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ്. ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും വെറും 350 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ചുറ്റിലുമുള്ള വീടുകളെല്ലാം തന്നെ ആളുകൾ താമസമായതാണ്. നമ്മുടെ വീടിന്റെ ഒരു സൈഡൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്നവർക്ക്, അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ലൊക്കേഷൻ തന്നെയാണിത്. ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3,800 ലാൻഡ് അളവ് വരുന്നത്. 1,650 സ്ക്വയർ ഫീറ്റ് കൂടാതെ നമുക്ക് കാർ പോർച്ചിന്റെ സ്ക്വയർ ഫീറ്റ് കൂടി വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് വരുന്നത്. 2 ബെഡ്റൂമുകൾ ഫർണിഷ്ഡ് ആയിട്ടാണ്. ഓൾറെഡി കോട്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. 3 ബാത്റൂമുകൾ നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് ഇവിടെ സെപ്പറേഷൻ വരുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഒരു വലിയ കാറിനും ഒരു ചെറിയ കാറിനും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്നത് 98 ലക്ഷം രൂപയാണ്. 98 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതാണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് സ്വന്തമാക്കാം. അതിനുള്ള എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതാണ്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലുള്ള വീടുകൾ പെട്ടെന്ന് സെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. 2 നമ്പറുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകളിൽ വിളിക്കാം. ഒട്ടും ലേറ്റ് ആവേണ്ട. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.